ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരുക്ക ദിനത്തിൻ്റെ 14-ാമത്തെ ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയിലെ കാറോസുസ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. വിശ്വാസികളുടെ പ്രാർത്ഥന എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആദിമസഭയിലെ ഈ ഗുഹാമുഖങ്ങളിലും അതുപോലെ അണ്ടർഗ്രൗണ്ടുകളിലൊക്കെ ഒരുമിച്ച് കൂടി ആരും അറിയാണ്ടൊക്കെയാണ് ബലിയർപ്പിച്ചിരുന്നത്. അപ്പം അന്നത്തെ സാഹചര്യത്തിൽ പിറ്റേ ദിവസം ബലിയർപ്പിക്കാൻ ആരൊക്കെ വരുന്ന ഒരു പിടിയില്ല. ക്രിസ്ത്യാനികളെ കണ്ടെത്തി കൊല ചെയ്തിരുന്നൊരു കാലഘട്ടം. അപ്പോൾ ചങ്ക് പൊട്ടി ജനങ്ങൾ അവരുടെ അന്നത്തെ ആവശ്യത്തിന് വേണ്ടി അവരുടെ കൂട്ടായ്മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനകളാണ് കാറോസുസ പ്രാർത്ഥനകളായിട്ട് നമ്മളിന്ന് ചൊല്ലുന്നത്. നമുക്കിന്ന് ഈ ക്രിസ്തീയ എന്താ പറയുക മതമർദ്ദനമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കതിൻ്റെ തീക്ഷ്ണത മനസ്സിലാവുന്നില്ല. എങ്കിലും അന്നത്തെ ആദിമ ക്രൈസ്തവർ എന്തോരം ആഗ്രഹത്തോടെയാണോ ഈ കാറോസുസ പ്രാർത്ഥന ചൊല്ലിയിരുന്നത്. പിറ്റേ ദിവസം ഉണ്ടാവില്ലോ എന്ന് അറിയില്ല എന്നുള്ള ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത്രയും തീക്ഷ്ണതയോടെയാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചിരുന്നത്. അന്നുണ്ട്, അപ്പം അന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മൾ അതേ തീക്ഷ്ണത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കാറോസുസ പ്രാർത്ഥനകൾ അലസമായി നിന്ന് ചൊല്ലാതെ അലസമായി മിക്കവാർക്കും നമ്മൾ ഇരുന്നൊക്കെ ചൊല്ലുന്നതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു തീക്ഷ്ണത മനസ്സിൽ കണ്ടുകൊണ്ട് നാളെ തുടങ്ങിയിട്ട് കാറോസുസ പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ സജീവമായിട്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ്. അത് നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് പരിശ്രമിക്കണമേ. സന്മനസ്സുള്ളവർക്ക് സമാധാനം.